ഗുണം ചെയ്യണം അയൽവാസികൾക്കെന്നുള്ളതാ ഖുർആന്റെ നിയമം അന്നിസായിൽ വന്നതാ. അവൻ്റെ ഉമ്മയോടവനെത്ര മാന്യത വേണ്ടതാ, ആ രീതി ജാറിനോടും വേണ്ടതാ എന്നുള്ളതും തിരു മുസ്തഫ പറയുന്നതാ. ഇബ്നുൽ മുസയ്യിബിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. സുഹൃത്തുക്കളെ, ഹക്കുണ്ട് ജീറാനിന്, അത് 9 ഹദീസിൽ വന്ന്. നിന്നോടവൻ ചോദിച്ചു പോയാലോ കടം കൊടുക്കേണ്ടതാ നീ അവന് കടവും പിന്നിടം. അതുപോലെ എന്തിനോ അവൻ നിന്നെ വിളിച്ചെന്നു വന്നാൽ ചെല്ലണേ നീ പൊന്നേ. കൂടാതവൻ ഒരു രോഗമിൽ പെട്ടെന്ന് അറിയുന്ന പക്ഷം കാണണേ നീ ചെന്ന്. നിന്നോടവൻ എന്തോ സഹായം വേണ്ടതായി ഉണർത്തുന്ന പക്ഷം ചെയ്യണേ നീ മാന്യമായി. എന്തോ മുസീബത്ത് അവന് വന്നാൽ ചെന്ന് ആശ്വാസമുള്ള കലാം നൽകുകയെന്ന്. എന്തെങ്കിലും ഖൈറൊന്ന് വന്നത് കൊണ്ട് സന്തോഷവും വരണേ നിനക്കതു കണ്ട്. അവൻ വീട്ടിലില്ലാത്ത അവസരം സൂക്ഷിക്കണേ, അവനുള്ള വീടും മക്കളെയും നോക്കണേ. കൂടാതെ നിന്നിൽ നിന്ന് യാതൊരു ശല്യവും തീണ്ടാതെ സൂക്ഷിക്കേണ്ടതാണ് കാലവും. ജാറിൻ്റെ ഹക്കെന്താണ് നബിയെ എന്ന് ചോദിച്ചവർക്ക് ജവാബിതായിരുന്നെന്ന്. നസീഹത്തുൽ ഇഖ്വാനിലുണ്ടത് നോക്കണം. 120 2 ചേർക്കണം. അബുൽ യാസിർ ബദരി റളിയല്ലാഹു കടമായി പണം കൊടുത്തിട്ട് പിന്നെ അതാഹു. കടക്കാരൻ അപ്പോൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടുടനെ റൂമിൽ മറയലാണുണ്ടായത്. എന്നിട്ട് മെല്ലെ ഉണർത്തി ജാരിയത്തോട്, ഞാനിവിടെ ഇല്ലേ എന്ന് പറയവരോട്. ഇത് കേട്ടുടൻ ബഹുമാന്യനും പറയുന്നതായി, പുറത്തേക്ക് വരുവിൻ, ശബ്ദവും ഞാൻ കേട്ടുപോയി. ഇത് പറയുവാനും മറയുവാനും എന്താ ഉണ്ടായ കാരണമെന്ന് പറയുക എന്താ? മറ്റൊന്നുമല്ലത് തങ്ങളെ, പണമില്ല, കടവീട്ടുവാൻ ഒരു മാർഗവും ഇന്നില്ല. ഇത് കേട്ട് ബുല്യസീർ തന്നുടൻ പറയുന്നതായി, വെറുപ്പൊന്നുമില്ലാതെ ഏറ്റവും സന്തോഷമായി തുക മുഴുവനും ഞാൻ ഇളവ് ചെയ്തിരിക്കുന്നു. നബി മുസ്തഫ തിരുവാക്യവും മൊഴിയുന്നു. കടക്കാരനാരോ അവധി നൽകുന്നെങ്കിലേ, അല്ലെങ്കിൽ ഇളവും ചെയ്തു മുഴുവൻ തുകയിലെ അവനുണ്ട് നാളെ തണൽ റബ്ബിൽ നിന്ന് എന്നുള്ളതും ഞാൻ കേട്ടു നബിയിൽ നിന്ന് എന്നും പറഞ്ഞ് ഹദീസ് ഉടൻ ഓതുന്നതായി ഇതുപോലെ അസദുൽ ഗായത്തിൽ വിവരിച്ചതായി.